കോട്ടയം മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലെ ഇടനാഴികളിൽ ചിരപരിചിതമായിരുന്ന കാലടികൾ, ഒരുപാട് നിരാലംബരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ കരങ്ങൾ അതിന്നലെ നിശ്ചലമായി. അടുത്തറിഞ്ഞവർ വിശുദ്ധൻ എന്ന് വിളിച്ച അലോഷ്യസ് അച്ഛൻ, ഫാദർ അലോഷ്യസ് പുതിയാപ്പറമ്പിൽ നിത്യതയിലേക്ക് യാത്രയായി. മാർച്ച് 4 CMI കോട്ടയം പ്രവിൻസിലെ വൈദിക മന്ദിരത്തിലെ പ്രാർത്ഥനാമുറിയുടെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നു അച്ഛൻ. മനോഹരമായ ഒരു മടക്കയാത്ര. പ്രാർത്ഥനയിലായിരിക്കെ നിത്യതയിലേക്ക്. തൻ്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്ന നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു അലോഷ്യസ് അച്ഛൻ. ചങ്ങനാശ്ശേരി നെടുങ്കുന്നത്ത് വർഗീസ് ഏലി ദമ്പതികളുടെ മകനായിരുന്നു അച്ഛൻ. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിലെ പ്രിൻസിപ്പൽ, മാന്നാനം കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ, മറ്റിടങ്ങളിൽ സെമിനാരി ഡയറക്ടർ, ആശ്രമം പ്രിയോർ തുടങ്ങി നിരവധി സ്തുത്യർഹമായ ചുമതലകൾ അച്ഛൻ വഹിച്ചിരുന്നു. സ്വന്തമായി ഒരു ചെറിയ വാഹനം പോലുമില്ലാതിരുന്ന അച്ഛൻ്റെ യാത്രകളേറെയും പൊതുഗതാഗതം ഉപയോഗിച്ചായിരുന്നു. രാത്രിയും പകലും വിശ്രമമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അച്ഛൻ ഓടിക്കൊണ്ടേയിരുന്നു. അവിടെ ജാതിയോ മതമോ നോക്കിയില്ല. ദരിദ്രരായ രോഗികൾക്കിടയിൽ, വേദനിക്കുന്നവർക്കിടയിൽ, മരണാസന്നർക്കിടയിൽ, ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചവർക്കിടയിൽ ഇവർക്കെല്ലാം ആവശ്യമായി എന്ത് സഹായവും നൽകാൻ എപ്പോഴും അച്ഛനുണ്ടായിരുന്നു. വിശ്രമമില്ലാതെ അച്ഛൻ അധ്വാനിച്ചു. ഓരോ രോഗികൾക്കരികിലും അദ്ദേഹം ചെന്നു, അവരുടെ കൂടെയിരുന്നു, അവരെ ആശ്വസിപ്പിച്ചു. തൻ്റെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ ഒരിക്കലും അദ്ദേഹം പ്രസിദ്ധം ചെയ്തില്ല. മറ്റുള്ളവരറിയാനും അച്ഛൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ വാർത്താ മാധ്യമങ്ങളിൽ അച്ഛൻ്റെ പ്രവർത്തികളൊന്നും തന്നെ ഇടം നേടിയില്ല. പ്രമുഖർക്കൊന്നും അച്ഛനെ പരിചയമുണ്ടായിരുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ സ്നേഹവും ശുശ്രൂഷയും അനുഭവിക്കാൻ കഴിഞ്ഞ ആയിരങ്ങൾ അദ്ദേഹത്തെ മറക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അച്ഛനെ വിശുദ്ധൻ എന്ന് വിളിച്ചത്. ജീവിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയായിരുന്നു, ഒരു വിശുദ്ധനായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ മൃതസംസ്കാരം പുതുപ്പള്ളി പൂമറ്റം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ മാർച്ച് 6 ഉച്ചകഴിഞ്ഞ് നടക്കും. ഒരുപാട് നിരാലംബരുടെ കണ്ണീരൊപ്പിയ പ്രിയ അലോഷ്യസ് അച്ഛന് വിട.